പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ പ്രഭാതവും ഓരോ ദിനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുതുമഴയുടെ ആരംഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്ന ചിന്താവിഷയം ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിലെ ഒരു പ്രസിദ്ധമായ വാക്യമാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. ആ വാക്യത്തിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന പദമാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ടുള്ള ഒരു ദാഹം, ഒരു വിശപ്പ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം മുൻപിലുണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രവചനവാക്യമാണ് ആമോസിനാൽ രചിക്കപ്പെട്ടത്. എന്താണ് ഇതിൻ്റെ ആത്മീയാർത്ഥം? നമുക്കറിയാം, വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ അപ്പം ദൈവവചനത്തെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പം യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും നിദാനമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ഇനി വെള്ളത്തെയും രണ്ട് നിലയിൽ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവവചനത്തോട് വെള്ളത്തെ ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് വെള്ളത്തെ ഉപമിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഉപമകളും ഈ രണ്ട് പ്രസ്താവനകളും വിരൽ ചൂണ്ടുന്നത് ഒറ്റ വ്യക്തിയെയാണ് എന്നുള്ളതാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല എന്ന് ആമോസ് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ അപ്പവും വെള്ളവും രണ്ടും ഭൗതിക തലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ ആത്മീയ അർത്ഥത്തിലല്ല ഈ പദങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിലെ വാക്യമാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ ദൈവവചനം കേൾക്കേണ്ടതിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഇത്. ഈ അപ്പവും ഇവിടെ കൊടുത്തിരിക്കുന്ന വെള്ളവും ദൈവവും പരിശുദ്ധാത്മാവും അല്ല എന്നുള്ളത് വ്യക്തമാണ്. ഭൗതിക തലത്തിൽ ആൾക്കാർ ഇങ്ങനെ ചിന്താവിശിഷ്ടരായിട്ടിരിക്കുന്ന ഒരു രംഗം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏത് വിധേനയും പണം സമ്പാദിക്കുക, അതിനേത് കുറുക്കു വഴികളും കണ്ടെത്തുക, നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏത് ഉടായിപ്പും കാണിക്കാം എന്ന ഒരു മട്ടിലേക്ക്, ഒരു പാവിലേക്ക് ജനം എത്തപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ 2700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചന ദൃഷ്ടിയിൽ പ്രവാചകൻ ഇത് കാണുന്നു. എന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെ പ്രവാചകൻ ഇവിടെ കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ദൈവവചനം കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ വരും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ എന്നെപ്പോലെ തന്നെ ധാരാളം പ്രിയപ്പെട്ടവർ ഇതുപോലെയുള്ള ലഘു സന്ദേശങ്ങൾ പലയിടങ്ങളിൽ അയക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എത്ര നാൾ നിലനിൽക്കും എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഇതിൻ്റെയൊക്കെ കാലഘട്ടം തീരുന്ന ഒരു സുപ്രഭാതം നമ്മുടെ മുൻപിലുണ്ട്. ജനം ദൈവവചനം കേൾക്കേണ്ടതിന് നെട്ടോട്ടം ഓടുന്നൊരു കാലഘട്ടം നമ്മുടെ മുൻപിൽ വരാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട്, വളരെ സുഭിക്ഷമായിട്ട് ദൈവവചനം കേൾക്കുവാൻ കഴിയുന്ന ഈ സന്ദർഭത്തിൽ അത് നാം പാഴാക്കരുത്. അത് പാഴാക്കുമ്പോഴാണ് മഹാവിപത്ത് നമ്മുടെ മുൻപിൽ എത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സംഗ്രഹിച്ചുകൊണ്ട് ആ ദൈവവചനത്തോട് നാം
മറുതലിക്കാതെ ദൈവവചനത്തെ മാർവോട് ചേർത്ത് പിടിക്കുവാൻ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഭൗതിക തലത്തിൽ, അതുകൊണ്ടാണ് എഫ്രൈമിനെ കുറിച്ച് പറയുന്നവൻ മറിച്ചിടാത്ത ദോഷം. ഒരു തലത്തിൽ ഭൗതികത്തിൽ മാത്രം ഊന്നൽ കൊടുത്ത് അതിലിങ്ങനെ ചിന്താവിശിഷ്ടരായി ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മീയ തലത്തിന് ശോഷണം സംഭവിക്കുകയാണ്. നമ്മുടെ ആത്മീയ തലം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള പ്രതിബദ്ധത നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും നാം വളരെ കാതം അകലെയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ ഭൗതിക തലത്തിൽ മാത്രം കിടന്ന് വെന്തുരുകാതെ ആത്മീയ തലം കൂടെ ചിന്തിച്ച് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോടുള്ള സ്നേഹം അതാഴമായി വർദ്ധിപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ആകയാൽ നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.